Hi guys, welcome to VLAN Study Platform Fast News GS Paper 2 International റിലേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആർട്ടിക്കിളാണ് ദി സാർ ഓഫ് ബ്രിങ്മാൻഷിപ്പ് മസ്റ്റ് സീക്ക് പീസ്. സോ കോണ്ടെക്സ്റ്റ് മിൻസ്ക് എഗ്രിമെൻറ്റിനെ പറ്റിയാണ് ഫസ്റ്റ് മനസ്സിലാക്കേണ്ടത്. ഈ എഗ്രിമെൻ്റ് ഉണ്ടാവാനുള്ള റീസൺ ആണ് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2014 യുക്രൈൻ്റെ ഈസ്റ്റ് പാർട്ടിലുള്ള റീജിയനായിട്ടുള്ള ക്രിമിയ റഷ്യ പിടിച്ചെടുത്തു. സോ 2014 റഷ്യ ക്രിമിയ അനക്സ് ചെയ്യുന്നത്. ഇതുമായി ബന്ധപ്പെട്ടിട്ട് അവർക്കിടയിൽ കോൺഫ്ലിക്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് മാത്രമല്ല കോൺഫ്ലിക്റ്റ് ആയിട്ടുള്ളത്, ഒപ്പം തന്നെ സീ വാട്ടർ ആക്സസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് രണ്ട് രാജ്യങ്ങൾക്കിടയിൽ ഡിസ്പ്യൂട്ട് ഉണ്ടായിട്ടുണ്ട്. ഈ യുക്രൈൻ്റെ ആ ഒരു ബോർഡർ റീജിയനിൽ വരുന്നതാണ് ക്രിമിയ എന്ന് പറയുന്നത്, ആ ഒരു ഈസ്റ്റ് റീജിയനിൽ. ഒപ്പം തന്നെ റഷ്യയുടെ ബോർഡറും വരും. അപ്പോൾ ഇതിൻ്റെ ഇടയിലുള്ളതാണ് ആ ഒരു സീ ഓഫ് അസവ് എന്ന് പറയുന്നത്, ആ ഒരു ബോർഡർ റീജിയനിലാണ് വരുന്നത്. ഈ ക്രിമിയ റഷ്യ അനക്സ് ചെയ്തതോടുകൂടി ഈ ഒരു സീ ഓഫ് അസവിനെ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ആക്സസ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ബ്ലാക്ക് സീയെയും സീ ഓഫ് അസവിനെയും കണക്ട് ചെയ്യുന്ന ആ ഒരു സ്ട്രെയിറ്റ് ആണ് കെർച്ച് സ്ട്രെയിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സ്ട്രെയിറ്റ് വഴിയുള്ള ഈ ഒരു യുക്രൈൻ മിലിറ്ററി വെസൽസ് പോകാനായിട്ട് റഷ്യൻ നേവി സമ്മതിക്കുന്നില്ല. അപ്പോൾ ഇവർക്ക് വാട്ടർ ഡിസ്പ്യൂട്ട് ഉണ്ട്, ഒപ്പം തന്നെ സീ വാട്ടർ ആക്സസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഡിസ്പ്യൂട്ട് ഉണ്ട്, ഒപ്പം തന്നെ ഒരു ക്രിമിയ അനക്സ് ചെയ്തതുമായി ബന്ധപ്പെട്ടുള്ള ഡിസ്പ്യൂട്ട് ഉണ്ട്. അപ്പോൾ എല്ലാ ഡിസ്പ്യൂട്ടും കൂടി സോൾവ് ചെയ്യാൻ വേണ്ടിയാണ് മിൻസ്ക് എഗ്രിമെൻറ്റ് സൈൻ ചെയ്തത്. വില്യംസ് പോയിന്റ് ഓഫ് വ്യൂവിൽ ഓർക്കേണ്ട കാര്യം, മിൻസ് എഗ്രിമെൻ്റ് എന്ന് പറയുന്നത് റഷ്യയും യുക്രൈനും തമ്മിലുള്ള ഒരു എഗ്രിമെൻ്റ് ആണ്. ഒപ്പം തന്നെ ഇവർക്കിടയിലുള്ള സീ വാട്ടർ ഡിസ്പ്യൂട്ടുമായി ബന്ധപ്പെട്ടുള്ള സ്ട്രെയിറ്റ് എന്ന് പറയുന്നത് കെർച്ച് സ്ട്രെയിറ്റ് ആണ്. ഇത് ബ്ലാക്ക് സീയെയും സീ ഓഫ് അസോവിനെയുമാണ് കണക്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് ആർട്ടിക്കിൾ PIB ആർട്ടിക്കിളാണ്, പബ്ലിക് കമൻറ്റ്സ് ഇൻവൈറ്റഡ് ടു റിവ്യൂ. സോ ഇതിൽ കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയെ പറ്റി പറഞ്ഞിട്ടുണ്ട്. കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ നമ്മുടെ രാജ്യത്ത് ഹെൽത്തിയർ ആയിട്ടുള്ള കോമ്പറ്റീഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയുള്ള ബോഡിയാണ്. ഇതൊരു കോസി ജുഡീഷ്യൽ ബോഡിയാണ്. സോ നമുക്ക് ഈ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയും ഉണ്ട്, കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയും ഉണ്ട്, കോസി ജുഡീഷ്യൽ ബോഡിയും ഉണ്ട്. കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി എന്ന് പറയുമ്പോൾ എന്താണ്, കോൺസ്റ്റിറ്റ്യൂഷൻ സെറ്റപ്പ് ചെയ്ത ടൈമിൽ തൊട്ട് ഉള്ള ബോഡി, അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ മെൻഷൻ ചെയ്തിട്ടുള്ള ബോഡീസിനെ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ ബോഡി എന്ന് പറയും. കോസി ജുഡീഷ്യൽ ബോഡി എന്ന് പറയുമ്പം അതൊരു ഇൻഡിവിജ്വൽ ആവാം അല്ലെങ്കിൽ ഒരു ബോഡി ആവാം. ആ ബോഡി അല്ലെങ്കിൽ ആ ഒരു ഇൻഡിവിജ്വലിന് എന്താണ്, കോർട്ട് ഓഫ് ലോയ്ക്ക് കൊടുത്തിട്ടുള്ള അതേ പവേഴ്സ്, അതായത് അതിനെ റിസംബിൾ ചെയ്യുന്ന പവേഴ്സ് ഉണ്ട്. അതിനാണ് കോസി ജുഡീഷ്യൽ ബോഡി എന്ന് പറയുന്നത്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറഞ്ഞാൽ ഇൻഡിവിജ്വൽ എന്ന് പറയുമ്പം ക്യാഗ്, കൺട്രോളർ ഓഡിറ്റർ ജനറൽ. ബോഡി എന്ന് പറയുമ്പോൾ നമുക്ക് നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ, എല്ലാ ട്രൈബ്യൂണൽസിനെയും അതിൽ ഉൾപ്പെടുത്താം. അപ്പോൾ ഇതിനെന്താണ്, കോർട്ട് ഓഫ് ലോയുടെ അതേ പവേഴ്സ് തന്നെയാണുള്ളത്. ഇത്തരം ബോഡീസിന് നമ്മൾ കോസി ജുഡീഷ്യൽ ബോഡീസ് എന്നാണ് വിളിക്കുന്നത്. ഇവർക്ക് കൊടുത്തിരിക്കുന്ന ആ ഒരു സ്പെസിഫിക് ഏരിയയിൽ അല്ലെങ്കിൽ സ്പെസിഫിക് ഡൊമൈനിൽ മാത്രമേ ഇവർക്ക് ആ ഒരു പവേഴ്സ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് കോർട്ടിൻ്റെ ആ ഒരു ബേർഡൻ കുറയ്ക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള കോസി ജുഡീഷ്യൽ ബോഡീസ് സെറ്റപ്പ് ചെയ്തത്. ഇവർക്ക് പെനാൽറ്റീസ് ഒക്കെ ജഡ്ജ്മെൻറ്റ് വഴി കൊടുക്കാൻ പറ്റും. എന്നാൽ സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്ന് പറയുമ്പോൾ കോൺസ്റ്റിറ്റ്യൂഷനിൽ മെൻഷൻ ചെയ്യാത്ത ബോഡിയാണ്. അതായത് എന്താണ്, പാർലമെൻറ്റ് ഒരു നിയമം പാസ്സാക്കി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ബോഡി. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ, യുണീക്ക് ഐഡൻറ്റിഫിക്കേഷൻ ഡെവലപ്മെൻറ്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ, ഇതൊക്കെ സ്റ്റാറ്റ്യൂട്ടറി ബോഡീസാണ്. അപ്പോൾ ഈ ഒരു നിയമം പാസ്സാക്കിയിട്ട് സെറ്റപ്പ് ചെയ്യുന്നതുകൊണ്ട് ആ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ പ്രൊവിഷൻസും അല്ലെങ്കിൽ സെറ്റ് ഓഫ് റൂൾസും എന്ത് ചെയ്യണം, ഈ ബോഡീസ് ഫോളോ ചെയ്യണം. നേരത്തെ കോസി ജുഡീഷ്യൽ ബോഡിക്ക് സ്പെസിഫിക് ഡൊമൈൻസ് ഉണ്ടെന്ന് പറഞ്ഞു, പക്ഷേ സ്റ്റാറ്റ്യൂട്ടറി ബോഡീസിന് അങ്ങനെ സ്പെസിഫിക് ഡൊമൈൻസ് ഒന്നുമില്ല. അവർക്ക് ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റിന് കൊടുത്തേക്കുന്ന ഡ്യൂട്ടി എല്ലാ ഫീൽഡിലും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ് വഴി കമ്മ്യൂണിക്കേറ്റും ചെയ്യണം, സെൻട്രൽ ഗവൺമെൻറ്റുമായിട്ട് എന്ത് ചെയ്യണം, പ്രോപ്പറായിട്ട് റിപ്പോർട്ടും ചെയ്യണം. അതുകൊണ്ട് തന്നെ സ്പെസിഫിക് ഡൊമൈൻസ് ഒന്നുമില്ല. ഈ സ്റ്റാറ്റ്യൂട്ടറി ബോഡിക്ക് എന്താണ്, നിയമങ്ങൾ എനാക്ട് ചെയ്യാനുള്ള പെർമിഷൻ ഉണ്ടെന്നും ഓർത്ത് വെക്കുക. നെക്സ്റ്റ് ആർട്ടിക്കിൾ GS പേപ്പർ 2 പൊളിറ്റി റിലേറ്റഡ് ആർട്ടിക്കിളാണ്, 13 IPS ഓഫീസേഴ്സ് കമ്പൽസറിലി റിട്ടയർഡ് മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ്. സോ കോണ്ടെക്സ്റ്റ് ഫസ്റ്റ് മനസ്സിലാക്കേണ്ടത് റൈറ്റ് ടു ഇൻഫോർമേഷൻ ആക്ടിനെ പറ്റിയാണ്. നമുക്കറിയാം, നമുക്ക് ഗവൺമെൻറ്റിനോട് ഏത് ഇൻഫോർമേഷൻ ചോദിച്ചാലും എന്ത് ചെയ്യും, നമുക്ക് ആ ഒരു ഇൻഫോർമേഷൻ കിട്ടും. അപ്പം നമ്മൾ ഈ ഒരു ഇൻഫോർമേഷൻ അതിന് വേണ്ടുന്ന റിക്വസ്റ്റ് കൊടുക്കുമ്പം അത് എന്തിനു വേണ്ടിയാണ് നമ്മൾ അന്വേഷിക്കുന്നത്, അത്തരത്തിലുള്ള കാരണങ്ങളൊന്നും ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഒപ്പം തന്നെ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസും കൊടുക്കേണ്ട ആവശ്യമില്ല. ആകെ കൊടുക്കേണ്ടത് നമ്മുടെ മൊബൈൽ നമ്പർ അല്ലെങ്കിൽ കോൺടാക്ട് ഡീറ്റെയിൽസ് ആണ്, കാരണം അവർക്കത് വിളിച്ചറിയിക്കണം. ഇനി ഈ ഒരു റൈറ്റ് ടു ഇൻഫോർമേഷൻ ആക്ട് വരുമ്പോൾ നമുക്ക് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിനെയും അങ്ങനെ ഇൻഫോർമേഷൻ സീക്ക് ചെയ്യാൻ പറ്റത്തില്ല. സ്പെസിഫിക് ക്രിട്ടിക്കലായിട്ടുള്ള കുറച്ച് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്, അതായത് ഇൻ്റലിജൻസ് ആൻഡ് സെക്യൂരിറ്റി ഓർഗനൈസേഷൻ, റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ്സ്. ഇത്തരത്തിലുള്ള ക്രിട്ടിക്കൽ ഓഫീസിൽ നിന്ന് നമുക്ക് ഇൻഫോർമേഷൻ
ആക്സസ് ചെയ്യാൻ പറ്റില്ല. അല്ലാതെ മറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സിൽ മാത്രമേ നമുക്കങ്ങനെ ചോദിക്കാൻ പറ്റുള്ളൂ. സെക്യൂരിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള മാറ്റേഴ്സ് ഡീൽ ചെയ്യുന്ന ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് നമുക്ക് ഇൻഫോർമേഷൻസ് ചോദിക്കാൻ പറ്റില്ല. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട ഒരു എക്സെപ്ഷൻസ് ഉണ്ട്. കാരണം ഈ ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കറപ്ഷൻ കേസുകളോ ഹ്യൂമൻ റൈറ്റ്സുമായി ബന്ധപ്പെട്ടുള്ള മാറ്റേഴ്സ് ആണെങ്കിൽ ആ ഒരു ഗ്രൗണ്ട്സിൽ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഈ ഡിപ്പാർട്ട്മെൻറ്റ് എന്ത് ചെയ്യണം, ഇൻഫോർമേഷൻ റിവീൽ ചെയ്തേ പറ്റത്തുള്ളൂ. ബാക്കി കേസുകളിലൊക്കെ ഈ ഡിപ്പാർട്ട്മെൻറ്റ്സിനൊക്കെ തന്നെ ഇമ്മ്യൂണിറ്റീസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം ഡിപ്പാർട്ട്മെൻറ്റ്സിൽ നിന്ന് നമുക്ക് ഈസിയർ ആയിട്ട് ഇൻഫോർമേഷൻ ചോദിക്കാനുള്ള പ്രൊവിഷൻ ഇല്ല. ഇനി കോണ്ടെക്സ്റ്റിലേക്ക് തിരിച്ചു വരുമ്പം കമ്പൽസറി റിട്ടയർമെൻ്റ് ആണ് കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ കമ്പൽസറി റിട്ടയർമെൻ്റ് എന്ന് പറയുമ്പോൾ റിട്ടയർമെൻറ്റ് ഏജിന് തൊട്ട് മുമ്പായിട്ട് പ്രീ മെച്യൂറായിട്ട് എന്ത് ചെയ്യുക, റിട്ടയർ ചെയ്യുന്നതിനാണ് കമ്പൽസറി റിട്ടയർമെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രൊവിഷൻസിൽ ആകെ വരുന്ന ഫസ്റ്റ് പ്രൊവിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ 30 വർഷം സർവീസ് കംപ്ലീറ്റ് ചെയ്യണം. അങ്ങനെ സർവീസ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് ഗവൺമെൻറ്റിന് തോന്നുവാണ് ഈ വ്യക്തിക്ക് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ നീഡ്സിനനുസരിച്ചുള്ള സ്റ്റാൻഡേർഡിലേക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല, ഇൻഎഫിഷ്യൻ്റ് ആണ്, കറപ്ഷൻസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇൻഎഫിഷ്യൻസി മാത്രമല്ല, മേ ബി കറപ്ഷൻ കേസുകൾ അങ്ങനെ കൊണ്ട് അല്ലെങ്കിൽ കോമ്പീറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റാത്തൊരു ഓഫീസർ ആണെങ്കിൽ പബ്ലിക് ഇൻട്രസ്റ്റിന് വേണ്ടി സെൻട്രൽ സിവിൽ സർവീസസ് പെൻഷൻ റൂൾസ് 1972 പ്രകാരവും ഒപ്പം തന്നെ ഫണ്ടമെൻ്റൽ റൂൾ അണ്ടർ 56J 56I പ്രകാരം എന്ത് ചെയ്യാം, കമ്പൽസറി റിട്ടയർമെൻറ്റ് ഓർഡർ ചെയ്യാം. ഈ ഒരു കമ്പൽസറി റിട്ടയർമെൻറ്റുമായി ബന്ധപ്പെട്ടിട്ട് സുപ്രീം കോർട്ടിൽ ഒരു ലാൻഡ്മാർക്ക് ജഡ്ജ്മെൻറ്റ് കേസ് ഉണ്ടായിരുന്നു, ബൈകുന്ദനാഥ് ദാസ് വേഴ്സസ് ചീഫ് ഡിസ്ട്രിക്ട് മെഡിക്കൽ ഓഫീസർ. സോ ഈ ഒരു ജഡ്ജ്മെൻറ്റ് കേസിലാണ് കമ്പൽസറി റിട്ടയർമെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള പാരാമീറ്റേഴ്സ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സുപ്രീം കോടതി ഫസ്റ്റ് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പൽസറി റിട്ടയർമെൻറ്റ് എന്ന് പറയുന്ന ഒരു പണിഷ്മെൻ്റ് അല്ല, എന്താണ്, പബ്ലിക് ഇൻട്രസ്റ്റ് എന്ന ഗ്രൗണ്ടിൻ്റെ പേരിൽ ഗവൺമെൻറ്റിന് പൂർണ്ണമായിട്ട് ബോധ്യമായതിനു ശേഷം മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, ഇത്തരത്തിലുള്ള ഓർഡേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യുള്ളൂ. നെക്സ്റ്റ് സുപ്രീം കോർട്ട് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കമ്പൽസറി റിട്ടയർമെൻറ്റ് എന്ന കോണ്ടെക്സ്റ്റിൽ പ്രിൻസിപ്പിൾ ഓഫ് നാച്ചുറൽ ജസ്റ്റിസിന് ഒരു റോളും ഇല്ല എന്ന് പറയുന്നുണ്ട്. പ്രിൻസിപ്പിൾ ഓഫ് നാച്ചുറൽ ജസ്റ്റിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കോർട്ട് കേസൊക്കെ വരുമ്പം 2 പാർട്ടീസാണ് പെറ്റീഷനിൽ വരുന്നത്. ഈ 2 പാർട്ടീസും ഹേർട്ട് ആവാനുള്ള ചാൻസസ് ഉണ്ട്. പക്ഷേ ഈ ഒരു കമ്പൽസറി റിട്ടയർമെൻറ്റിൽ എന്താണ്, ഗവൺമെൻറ് ഒരു ഓർഡർ ഇടുന്നു, അത് എന്താണ്, ആ ഓഫീസേഴ്സിനെയാണ് ബാധിക്കുന്നത് അല്ലേ. അപ്പോൾ ഒരു വ്യക്തി മാത്രമേ ഹേർട്ട് ആവുന്നുള്ളൂ. സോ പ്രിൻസിപ്പിൾ ഓഫ് നാച്ചുറൽ ജസ്റ്റിസ് എന്താണ്, ഈ ഒരു കമ്പൽസറി റിട്ടയർമെൻറ്റിൽ ഒരു പ്ലേസും ഇല്ലയെന്ന് എന്ത് ചെയ്യുന്നുണ്ട്, കോർട്ട് എടുത്ത് പറയുന്നുണ്ട്. പക്ഷേ ഇത് ഗവൺമെൻറ്റിൻ്റെ ഡിസ്ക്രീറ്ററി പവർ ഒന്നുമല്ല, ജുഡീഷ്യൽ സ്ക്രൂട്ടണി ഒബ്വിയസ്ലി അവിടെ ഉണ്ടാവും. എന്താണ് ജുഡീഷ്യറി സ്ക്രൂട്ടണി എന്ന് പറയുമ്പം എന്താണ്, ഗവൺമെൻറ് എന്താണ്, സെൻട്രൽ ഗവൺമെൻറ് ഇത് മിസ്യൂസ് ചെയ്ത് ആ ഒരു ഗ്രൗണ്ടിലാണ് ചെയ്യുന്നതെങ്കിൽ ജുഡീഷ്യൽ സ്ക്രൂട്ടണി ഉണ്ടാവുമെന്ന് സുപ്രീം കോർട്ട് പ്രോമിസ് ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ സുപ്രീം കോർട്ട് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻട്രൽ ഗവൺമെൻറ് അല്ലെങ്കിൽ ഒരു റിവ്യൂ കമ്മിറ്റി എന്ത് ചെയ്യണം, ഈ ഓഫീസറിൻ്റെ എൻ്റെ സർവീസ് റെക്കോർഡ് എന്ത് ചെയ്യണം, പഠിച്ചതിന് ശേഷം മാത്രമേ ഈ മാറ്ററിൽ ഡിസിഷൻ എടുക്കാവൂ എന്ന് എടുത്തും പറയുന്നുണ്ട്. നെക്സ്റ്റ് ആർട്ടിക്കിൾ GS പേപ്പർ 2 ഇൻ്റർനാഷണൽ റിലേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആർട്ടിക്കിളാണ് ധക്ക സെക്കൻഡ് കൺസൈൻമെൻറ്റ് ടു ഇന്ത്യ. സോ ബംഗ്ലാദേശിൽ നിന്നുള്ള എയ്ഡ് ഇന്ത്യ സ്വീകരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ബംഗ്ലാദേശിൽ നിന്ന് മെഡിസിൻസും പ്രൊട്ടക്റ്റീവ് ഗിയേഴ്സും മാസ്കും എല്ലാം തന്നെ ഇവിടെ എത്തുന്നുണ്ട്. റിസീവിങ് എൻഡായിട്ട് റെപ്രസെൻറ്റേറ്റീവ് ഓഫ് ദി ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി ഇൻ പെട്രാപോൾ. സോ കോണ്ടെക്സ്റ്റിൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ഈ ഒരു പെട്രാപോൾ എന്ന് പറയുന്ന റീജിയനാണ്. അപ്പോൾ ഈ ഒരു പെട്രാപോൾ എന്ന് പറയുന്നത് ഒരു ലാൻഡ് പോർട്ടാണ്, വെസ്റ്റ് ബംഗാളിലാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്. ഇതൊരു ഇൻ്റഗ്രേറ്റഡ് ചെക്ക് പോസ്റ്റാണ് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് ബംഗ്ലാദേശ്. സോ ഈ ഒരു ബോർഡറിലുള്ള ട്രേഡ് ഈ ഒരു പോർട്ട് വഴിയാണ് ഫെസിലിറ്റേറ്റ് ചെയ്യുന്നത്. ഏഷ്യയിലെ തന്നെ ഏറ്റവും ലാർജസ്റ്റ് ലാൻഡ് ട്രേഡിംഗ് പോയിൻ്റാണിത്. ഇതിൻ്റെ ഡെവലപ്മെൻറ്റും മെയിൻ്റനൻസും ചെയ്യുന്നത് ലാൻഡ് പോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ ആണ്. സോ പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂവിൽ ഓർക്കേണ്ട കാര്യം, പെട്രാപോൾ എന്ന് പറയുന്നത് ഒരു ലാൻഡ് പോർട്ടാണ്. ഇത് സിറ്റുവേറ്റ് ചെയ്യുന്നത് വെസ്റ്റ് ബംഗാളിലാണ്. നെക്സ്റ്റ് ആർട്ടിക്കിൾ GS പേപ്പർ 3 സെക്യൂരിറ്റി റിലേറ്റഡ് ആർട്ടിക്കിളാണ് 9000 ഇന്ത്യൻസ് ഡീറ്റെയിൽസ് ചെക്ക്ഡ് ഫോർ US എൻട്രി സ്കീം. സോ കോണ്ടെക്സ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ US അതോറിറ്റി ഇന്ത്യയുടെ ഇൻ്റലിജൻസ് സെക്യൂരിറ്റി ഏജൻസിയോട് ഒരു റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതായത് ഈ US-ൻ്റെ ഗ്ലോബൽ എൻട്രി പ്രോഗ്രാമിൽ, അത് പെയ്ഡ് വേർഷനാണ്, ഇതിൽ എൻറോൾ ചെയ്യാനായിട്ട് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള എല്ലാ ഇന്ത്യൻസിൻ്റെയും ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ് സെക്യൂരിറ്റി ഏജൻസിയോട് US അതോറിറ്റി ഇങ്ങനൊരു റിക്വസ്റ്റ് പറഞ്ഞത്.
ഗ്ലോബൽ എൻട്രി പ്രോഗ്രാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പെയ്ഡ് വെർഷനാണ്. യു എസിലെ എയർപോർട്ടിലും മറ്റ് ചില ഇൻ്റർനാഷണൽ എയർപോർട്ടിലും ഫാസ്റ്റ് ട്രാക്ക് മൂവ്മെൻറ്റിന് വേണ്ടി ഇമിഗ്രേഷൻ കൗണ്ടറിലാണെങ്കിലും എയർപോർട്ടിലെ എല്ലാ മൂവ്മെൻറ്റും കുറച്ചും കൂടി ഫാസ്റ്റ് ട്രാക്ക് ചെയ്യാൻ വേണ്ടിയാണ് ഇത്തരത്തിലൊരു പെയ്ഡ് എൻട്രി പ്രോഗ്രാം യു എസ് കൊണ്ടുവന്നേക്കുന്നത്. ഇത് റൺ ചെയ്യുന്നത് യു എസ് കസ്റ്റംസ് ആൻഡ് ബോർഡർ പ്രൊട്ടക്ഷൻ അതോറിറ്റിയാണ് അണ്ടർ ദി ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഹോംലാൻഡ് ആൻഡ് സെക്യൂരിറ്റി ഓഫ് യു എസ് ഗവൺമെൻറ്. സോ ഈ ഒരു പ്രോഗ്രാമിൽ പെയ്ഡ് ചെയ്തിട്ടുള്ള എല്ലാ മെമ്പേഴ്സിനും ആ ഒരു ഇമിഗ്രേഷൻ പ്രോസസ്സ് വളരെ ഫാസ്റ്റർ ആയിരിക്കും. 2017 ഇന്ത്യ ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഭാഗമാകുന്നത്. അപ്പോൾ ഈ ഒരു ഇന്ത്യൻസിൻ്റെ മൂവ്മെൻറ്റ് കുറച്ചും കൂടി ഫാസ്റ്റർ ആവാൻ വേണ്ടിയാണ് ഇന്ത്യ ഈ ഒരു എഗ്രിമെൻറ്റിലേക്ക് സൈൻ ചെയ്തത്. എങ്ങനെയാണ് ഈ സെക്യൂരിറ്റി ഏജൻസീസ് ഈ ഒരു ഇന്ത്യൻസിൻ്റെ ഇത് അപ്ലൈ ചെയ്തേക്കുന്ന ഇന്ത്യൻസിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ CCTNS ഇൻഫ്രാസ്ട്രക്ചർ വഴിയാണ്. CCTNS എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രൈം ആൻഡ് ക്രിമിനൽ ട്രാക്കിംഗ് നെറ്റ്വർക്ക് സിസ്റ്റം. ഇതൊരു ഗവർണൻസ് പ്രോജക്റ്റാണ്. ഇത് ലോഞ്ച് ചെയ്യുന്നത് 26/11 അറ്റാക്കിന് ശേഷം 2009 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ നമ്മുടെ സെക്യൂരിറ്റീസുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് ലൂപ്പ് ഹോൾസ് ഉണ്ട്. അത് പരിഹരിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിലൊരു പ്രോജക്റ്റ് ഇന്ത്യ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പ്രോജക്റ്റ് പ്രകാരം എല്ലാ പോലീസ് സ്റ്റേഷൻ്റെ ഡേറ്റാബേസസ് CCTNS ഇൻഫ്രാസ്ട്രക്ചറുമായിട്ട് ലിങ്ക്ഡ് ആയിരിക്കും. അപ്പോൾ ഇന്ത്യയിലെ 97% ഓഫ് പോലീസ് സ്റ്റേഷനും ഇതുമായിട്ട് ലിങ്ക്ഡ് ആണ്. ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിൻ്റെ അണ്ടറിലുള്ള നാഷണൽ ക്രൈം ബ്യൂറോ ആണ്. നെക്സ്റ്റ് ആർട്ടിക്കിൾ GS പേപ്പർ 3 സയൻസ് ആൻഡ് ടെക്നോളജി റിലേറ്റഡ് ആർട്ടിക്കിളാണ്. ന്യൂ നെയിമിംഗ് സിസ്റ്റം ഫോർ വൈറസ് വേരിയൻറ്റ്. സോ കോണ്ടെക്സ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴൊക്കെ പുതിയ വൈറസ് വേരിയൻറ്റ് അല്ലെങ്കിൽ ഡിസീസസ് ബ്രേക്ക് ഔട്ട് ചെയ്യുന്നു അപ്പോഴൊക്കെ അതിന് നെയിമിംഗ് കൊടുക്കുന്നത് എവിടാണോ ഈ സാമ്പിൾസ് ഫസ്റ്റ് ഐസൊലേറ്റ് ചെയ്യുന്നത് ആ ലൊക്കേഷൻ വെച്ചിട്ടായിരിക്കും. അതായത് ജോഗ്രഫിക്കൽ ഐഡൻറ്റിഫിക്കേഷൻ ആ ഒരു ടാഗ് വെച്ചിട്ടാണ് അതിനെ നെയിം ചെയ്യുന്നത്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ വെസ്റ്റ് നൈൽ വൈറസ്, അതിൽ നൈൽ എന്ന് പറയുന്ന ആ ഒരു ലൊക്കേഷൻ ഉണ്ടല്ലേ. എന്നാൽ ഈ ഒരു COVID-19 വന്നപ്പം എന്താണ് മിക്കപ്പോഴും ആദ്യത്തെ ആ ഒരു ഔട്ട് ബ്രേക്ക് ഉണ്ടായപ്പം എല്ലാ രാജ്യങ്ങളും അതിനെ ചൈനീസ് വൈറസ് എന്നായിരുന്നു റെഫർ ചെയ്തിരുന്നത്. പിന്നീട് ഓരോ മ്യൂട്ടേഷനുള്ള വേരിയൻസ് വന്നുകൊണ്ടിരുന്നപ്പം എപ്പോഴും ഈ ഒരു ജിയോഗ്രഫിക്കൽ ലൊക്കേഷൻ വെച്ചിട്ട് ഒരു ഇൻഫോർമൽ മാനറിലാണ് എസ്പെഷ്യലി മീഡിയയൊക്കെ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത്. അതായത് വുഹാൻ വേരിയൻറ്റ്, UK വേരിയൻറ്റ്, സൗത്ത് ആഫ്രിക്കൻ വേരിയൻറ്റ്, റീസെൻ്റ്ലി ഇന്ത്യൻ വേരിയൻറ്റ്. ഇങ്ങനെ മീഡിയാസ് അല്ലെങ്കിൽ പബ്ലിക് ഇൻഫോർമൽ മാനറിൽ ഒരു രാജ്യത്തിൻ്റെ പേര് ചേർത്തൊരു രോഗത്തെ പറയുമ്പം അത് രാജ്യങ്ങൾക്കിടയിൽ ഒരു സ്റ്റിഗ്മ ക്രിയേറ്റ് ചെയ്യും. അതായത് അവരുടെ സ്റ്റാറ്റസിനെ ബാധിക്കുന്ന രീതിയിലാവും. അതുകൊണ്ട് തന്നെ മിക്ക രാജ്യങ്ങളും ചിലപ്പോൾ അത് ഹൈഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഒപ്പം തന്നെ ആ ഒരു ജീനോം സീക്വൻസ് ഷെയർ ചെയ്യില്ല. അപ്പോൾ ആ ഒരു ട്രാൻസ്പെറൻസി റെഡ്യൂസ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. ഒഫീഷ്യലി നമ്മൾ ഈ ഒരു വൈറൽ ഡിസീസസിനെയൊക്കെ ആ ഒരു വേരിയൻസിനെയൊക്കെ ഒരു ആൽഫ ന്യൂമറിക് കോഡ് വെച്ചിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. എക്സാമ്പിളായിട്ട് B117 അങ്ങനെയുള്ള രീതിയിലാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്. എന്നാൽ ഇത്തരത്തിലുള്ള കോഡഡ് നെയിം അല്ലെങ്കിൽ ആ ഒരു ആൽഫ ന്യൂമറിക് കോഡ് കോമൺ പബ്ലിക്കിന് മനസ്സിലാവാത്തത് കൊണ്ടാണ് മീഡിയ ആണെങ്കിൽ എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ ആ ഒരു ജിയോഗ്രഫിക്കൽ ലൊക്കേഷൻ വെച്ചിട്ട് ആ ഒരു വൈറസിനെ വിളിക്കുന്നത്. റീസെൻ്റ്ലി ഗ്ലോബൽ മീഡിയ ആണെങ്കിലും ഇന്ത്യൻ മീഡിയ ആണെങ്കിലും ഇന്ത്യൻ വേരിയൻ്റ് എന്ന് റെഫർ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ നന്നായി ഒഫൻഡ് ചെയ്തു. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ പറഞ്ഞത് ഒഫീഷ്യലി ഇന്ത്യൻ വേരിയൻ്റ് എന്ന് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ വേരിയൻ്റ് എന്ന് പറയാൻ പറ്റില്ല. ഇങ്ങനെ ഒരു കോൺഫ്ലിക്റ്റ് വന്നതോടു കൂടിയാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഒരു ന്യൂ നെയിമിംഗ് സിസ്റ്റം പ്രൊപ്പോസ് ചെയ്യുന്നത്. അതെന്ന് പറഞ്ഞാൽ നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ട്രോപ്പിക്കൽ സൈക്ലോൺ വരുമ്പം എന്താണ് വേൾഡ് മെറ്റീരിയോളജിക്കൽ ഓർഗനൈസേഷൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു നെയിമിംഗ് സിസ്റ്റം കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഓരോ രാജ്യങ്ങളും പ്രയറായിട്ട് ഓരോ ലിസ്റ്റിൽ പേരുകൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഓർഡർ ബേസിസിൽ എന്ത് ചെയ്യും, ആ സൈക്ലോണിന് പേര് കൊടുക്കും. ഇത് നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. സിമിലറായിട്ട് എന്ത് ചെയ്യുക, ഒരു വൈറസ് വേരിയൻസിനും ഇതുപോലൊരു നെയിമിംഗ് സിസ്റ്റം കൊണ്ടുവരാനാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ കൊണ്ടുവരുന്നതോട് കൂടി എന്താണ് ഒരു സിമ്പിൾ നെയിമോട് കൂടി എല്ലാവരിലും അവയർനെസ് എത്തിക്കാൻ പറ്റുമെന്നാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ സജസ്റ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് ആർട്ടിക്കിൾ GS പേപ്പർ 2 ഗവർണൻസ് റിലേറ്റഡ് ആർട്ടിക്കിൾ ആണ്. വാക്സിനേഷൻ ലാഗ് ഇൻ റൂറൽ ഇന്ത്യ പോയിൻറ്റ്സ് ടു എ ലൂമിംഗ് ക്രൈസിസ്. സോ കോണ്ടെക്സ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ വാക്സിൻ കവറേജിലുള്ള റൂറൽ അർബൻ ഡിവൈഡിനെ പറ്റിയാണ് ഈ ആർട്ടിക്കിൾ പോയിൻ്റ് ഔട്ട് ചെയ്യുന്നത്. അതിനുവേണ്ടി കുറേ സ്റ്റാറ്റിസ്റ്റിക്സ് ഈ ആർട്ടിക്കിളിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. അതിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഡേറ്റ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഫസ്റ്റ് വേവിൽ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ ഇനിഷ്യൽ കേസിൻ്റെ എല്ലാ ലോഡും അർബൻ റീജിയനിലായിരുന്നു. പിന്നീട് പതിയെ 2020 സെപ്റ്റംബറൊക്കെ ആയപ്പോഴാണ് റൂറൽ ഏരിയാസിലേക്ക് ഈ സ്പ്രെഡുകൾ കൂടിയത്. അപ്പോൾ ഈ ഒരു ഫസ്റ്റ് വേവ് എൻഡ് ചെയ്യുന്ന സമയത്ത് റൂറൽ ഏരിയയിൽ ഏകദേശം 65% സ്പ്രെഡിങ് വന്നിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റ് വരുമ്പം ആ ഒരു എൻഡിങ് സ്റ്റേജിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഫൈനൽ ബേർഡൻ ഏറ്റവും കൂടുതൽ എന്താണ് കാണുന്നത് റൂറൽ ഏരിയയിലാണ്. സെക്കൻഡ് വേവിലേക്ക് വരുമ്പോൾ സിമിലർ പാറ്റേൺ തന്നെയാണ് നമ്മൾ കാണുന്നത്. ഇപ്പം അർബൻ ഏരിയയിൽ ഇനിഷ്യൽ ടൈമിൽ 52% ആ ഒരു ഇനിഷ്യൽ കേസ് ലോഡ് എന്ന് പറയുന്നത്. പിന്നീട് എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ വാക്സിനേഷൻ പ്രോഗ്രാമും ലോക്ക്ഡൗണും ഒക്കെ കാരണം ഈ 52% എന്നുള്ളത് 35%ത്തിലേക്ക് താഴുകയാണ് ചെയ്തത്. എന്നാൽ റൂറൽ ഏരിയയിലും സെമി റൂറൽ ഏരിയയിലേക്ക് പോകുമ്പം ഇത് വീണ്ടും 65%ത്തിൽ തന്നെ നിൽക്കുകയാണ്. ഇതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുവർ ടെസ്റ്റിംഗ് തന്നെയാണ്. അപ്പോൾ ഈ ഒരു ടെസ്റ്റ് ചെയ്യുന്നത് ഇൻഎഡ്യൂക്കേറ്റ് ആവുമ്പം നമുക്ക് റിയൽ നമ്പേഴ്സ് കിട്ടത്തില്ല. എത്ര പേർക്കാണ് കറക്റ്റായിട്ട് ഈ വൈറസ് ഇൻഫെക്ഷൻ ഉള്ളത്. ഒപ്പം തന്നെ നമുക്ക് ഒഫീഷ്യലി നമുക്ക് റിപ്പോർട്ട് ചെയ്യുന്ന ഡെത്ത് റേറ്റിനേക്കാളും 2 times അല്ലെങ്കിൽ 3 times ഹയർ ആയിരിക്കും ആക്ച്വൽ ഡെത്ത് റേറ്റ് എന്ന് പറയുന്നത്. അപ്പം റിപ്പോർട്ട് ചെയ്യാത്ത കാര്യങ്ങളും പോകും, ചിലർ ഹൈഡ് ചെയ്തിരിക്കും. ഇത്തരത്തിൽ നമുക്ക് കറക്റ്റ് ഒരു റിയൽ നമ്പർ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ എന്താണ് റൂറൽ ഏരിയയിലാണ് ഇത്തരത്തിലുള്ള കേസ് ലോഡുകൾ കൂടുതൽ. ടെസ്റ്റിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത് നോക്കുവാണെങ്കിൽ അർബൻ റീജിയനിൽ 1000 ആൾക്കാർക്ക് വേണ്ടി 500 ടെസ്റ്റുകളാണ് നടത്തുന്നത്. എന്നാൽ ഇത് റൂറൽ ഏരിയയിലേക്ക് വരുമ്പം 1000 പോപ്പുലേഷനിൽ 50 ടെസ്റ്റിംഗ് മാത്രമേ നടക്കുന്നുള്ളൂ. ഇതിൽ നിന്ന് തന്നെ നമുക്ക് ഹ്യൂജ് ഡിസ്പാരിറ്റി കാണാൻ പറ്റും. സോ ഇതിനൊരു സൊല്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരിലും വാക്സിനേഷൻ എത്തിക്കുക, എല്ലാവരും വാക്സിനേറ്റഡ് ആവുക എന്നുള്ളത് മാത്രമാണ്. ഒപ്പം തന്നെ നമുക്കറിയാം ഇപ്പം വാക്സിൻ എഫിഷ്യൻസി ഏകദേശം 80% എത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ നമുക്കറിയാം വാക്സിൻ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ സിവിയർ ആയിട്ടുള്ള സിംറ്റംസിലേക്ക് എത്താതെ ഒരുപാട് നാൾ ഹോസ്പിറ്റലിൽ സ്റ്റേ ചെയ്യാതെ മരണത്തിലേക്ക് എത്താതെ നമ്മളെ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുമെന്നുള്ളത് 100% ഉറപ്പായിട്ടുള്ള കാര്യമാണ്. ഒപ്പം തന്നെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്ന ഒരു തേർഡ് വേവിൻ്റെ ചാൻസസ് കൂടിയുണ്ട്. അന്നേരം വാക്സിൻ എടുക്കാത്ത ആൾക്കാരൊക്കെ ആയിരിക്കും ഏറ്റവും കൂടുതൽ ഇമ്പാക്റ്റ് ഉണ്ടാവുന്നത്. സോ ഗവൺമെൻറ് ഒരുപാട് വാക്സിനേഷൻ പ്രോഗ്രാംസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, ഒരുപാട് മെത്തേഡ്സ് യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ വാക്സിനേഷൻ ഡ്രൈവിലും ഡിവൈഡ് നമുക്ക് കാണാം. ഇപ്പോൾ ഫസ്റ്റ് ഡോസ് എടുത്തിട്ടുള്ളത് അർബൻ ഏരിയ നോക്കുകയാണെങ്കിൽ സെമി അർബൻ ഏരിയയിൽ 19%, അർബൻ ഏരിയയിൽ ഇത് 30% വരും. എന്നാൽ സെയിം ഫസ്റ്റ് ഡോസ് എടുത്തിട്ടുള്ള റൂറൽ ഏരിയയിലെ ശതമാനം നോക്കുകയാണെങ്കിൽ സെമി റൂറൽ ഏരിയയിൽ 12%, റൂറൽ ഏരിയയിൽ 15%. ഇവിടെ തന്നെ നമുക്ക് ആ ഒരു ഡിഫറൻസ് കാണാൻ പറ്റും. ഒപ്പം തന്നെ സെക്കൻഡ് ഡോസ് അഥവാ ഫുള്ളി വാക്സിനേറ്റഡ് ആയിട്ടുള്ള ആ ഒരു പെർസെൻറ്റേജ് നോക്കുകയാണെങ്കിൽ അർബൻ റീജിയനിൽ 7.7%, റൂറൽ റീജിയനിൽ 2.6%. സോ ഇത് സ്റ്റാറ്റിസ്റ്റിക്സ് ക്ലിയർലി പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വാക്സിനേഷൻ കവറേജ് പ്രോപ്പറായിട്ട് എത്തുന്നില്ല, എല്ലാ റീജിയനിലും എത്തുന്നില്ല. അതുകൊണ്ട് തന്നെ സെമി അർബൻ ഏരിയയിലും ഒപ്പം തന്നെ അർബൻ ഏരിയസിലും നമുക്ക് ഡിവിഷൻ കാണാം. ഒപ്പം തന്നെ റൂറലും സെമി റൂറൽ ഏരിയയിലും ഡിവിഷൻ കാണാം. ഒപ്പം തന്നെ റൂറൽ അർബൻ ഏരിയ ഇൻ ടോട്ടൽ ഡിവൈഡും കാണാം. സോ പ്രോപ്പറായിട്ടുള്ള ബെറ്റർ ഗവർണൻസ് ആണ് റൂറൽ ഏരിയയിൽ വേണ്ടുന്നത് എന്നാണ് ഈ ആർട്ടിക്കിൾ കൺക്ലൂഡ് ചെയ്യുന്നത്.